ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ്. ഒരു പിശും ഇഡ്ഡലിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടൊരു പേരാണ് പിശും ഇഡ്ഡലി എന്ന്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് 1 കപ്പ് ഇഡ്ഡലി പൊന്നി. അത് ഈ ഒരു പാത്രത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനൊപ്പം കുതിർക്കാൻ വെച്ചിട്ടുള്ളത് 1/2 കപ്പ് ഉഴുന്ന്, അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് 2 പാത്രത്തിൽ 8 മണിക്കൂറോളമായിട്ട് വെള്ളത്തിൽ ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു മിക്സ് ചെയ്ത് ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ ഉഴുന്നും ഉലുവയും കൂടി കുതിർക്കാൻ വെച്ചിട്ടില്ലേ, അതാണ് അരച്ചു കൊടുക്കണത്. അപ്പോൾ ഉഴുന്ന് ഈ മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു അളവിന് ഏകദേശം ഇതുണ്ടാവും, ഈ ഒരു അളവിനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഉഴുന്നുമാവ് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരി അരച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഇഡ്ഡലി പൊന്നി ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ പച്ചരി കൊണ്ടും ഇഡ്ഡലി ഉണ്ടാക്കാം, ഇതുകൊണ്ടും ഇഡ്ഡലി ഉണ്ടാക്കാം. പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് വേറൊരു ടേസ്റ്റും ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് വേറൊരു ടേസ്റ്റാണ്. ഈ ഇഡ്ഡലി പൊന്നി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചത്. അപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം കണ്ടില്ലേ ഇത്ര ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരിയും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഈ അരിമാവും ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഉഴുന്ന് സെപ്പറേറ്റ് അരച്ചിട്ടും അതുപോലെ തന്നെ അരി സെപ്പറേറ്റ് അരക്കില്ല ചെയ്ത്, രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നാളെ കാലത്തേക്കാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് വെച്ചിട്ടുള്ളത്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാവ് വൈകുന്നേരം അരച്ച് വെച്ചു. ഇനി നാളെ കാലത്ത് ഇത് എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് മുന്നേ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴികളിലും നമുക്ക് വെളിച്ചെണ്ണ പോറ്റ് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ പറ്റെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി തട്ടിലെല്ലാതും വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഡ്ഡലി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും ഇഡ്ഡലിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഓരോ കുഴികളിലേക്കും മാവ് ഒഴിച്ച് കൊടുക്കുക. കാരണം ഞാൻ ഇത്രേശ്യം മാവ് ഒഴിച്ച് കൊടുക്കണമല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വേവിക്കാൻ വെക്കുമ്പോൾ ഈ മാവ് ഒന്നും കൂടി അത് വീർക്കും. അപ്പോൾ അത് കറക്റ്റ് അത് മൊത്തം ആ ഫില്ലിംഗ് ആയിട്ട് വരും. ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇഡ്ഡലി തട്ട് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഹോളുകൾ നോക്കിയിട്ട് വെക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ 3 ഹോള് കാണണ്ട, അടിയിൽ ഇഡ്ഡലി ആവണം. അങ്ങനെ ഹോളുകളുടെ താഴെ ഇഡ്ഡലിയിൽ മാവ് വരുന്ന രീതിയിൽ വേണം ഇഡ്ഡലി തട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം കണ്ടില്ലേ, ഇത്ര വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തട്ടിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇഡ്ഡലി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി തട്ട് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഈ തട്ടുകൾ ഇനി ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം തെളിച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇഡ്ഡലി ഒരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. ഞാനിപ്പോൾ ഒരു കൈലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇഡ്ഡലീനെ ഇങ്ങനെ എടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഇഡ്ഡലിയും ഞാൻ ഈ പാത്രത്തിൽ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിശും ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.